ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും സിമ്പിളായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീൻ ദോശയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ദിസ് ഇസ് ധന്യാസ് സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയറിൻ്റെ ഗുണങ്ങളും ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ചെറുപയർ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി ഒരു 4-5 മണിക്കൂർ കുതിർത്തി വയ്ക്കാം. 4-5 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ കഴുകിയെടുത്ത നമ്മുടെ ചെറുപയർ 4-5 മണിക്കൂർ കുതിർത്തി വെച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 4-5 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, ചെറിയ ജീരകം, കുറച്ച് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചെറുപയർ അരിഞ്ഞു വരാൻ വേണ്ടി വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഇട്ടിട്ട് എരിവ് കുറവായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവ് കുറവിന് കൊടുക്കാം, മുതിർന്നവരൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് എരിവിനൊക്കെ കഴിക്കാം. അപ്പോൾ ചെറിയ ജീരകവും പച്ചമുളകും ഇഞ്ചിയും വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ച് നമ്മുടെ ചെറുപയർ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെറുപയർ ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ലൂസാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് അരച്ച ഉടനെ തന്നെയാണ് ഈ ഒരു ദോശ തയ്യാറാക്കുന്നത്. ഒട്ടും സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഫ്രൈ പാനിൽ ലേശം വെളിച്ചെണ്ണയോ നെയ്യോ തൂവി കൊടുക്കുക. അതിന് ശേഷം ഒരു തവി ഒഴിച്ച് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ നൈസായിട്ട് പരത്തി കൊടുക്കുക. നല്ലപോലെ നൈസായിട്ട് പരത്തി കൊടുത്താലാണ് നമ്മുടെ നെയ് റോസ്റ്റൊക്കെ പോലെ നല്ലപോലെ മൊരിഞ്ഞ് വരത്തുള്ളൂ. മൊരിഞ്ഞ് വന്നാലാണ് നല്ല ടേസ്റ്റും ഉണ്ടാവത്തുള്ളൂ. സോഫ്റ്റായിരുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മൊരിഞ്ഞ് വരണം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ദോശയൊക്കെ അത്യാവശ്യം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മറച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ലേശം വെളിച്ചെണ്ണ തൂവിയതിന് ശേഷം ഒരു തവി എടുത്ത് ഒഴിച്ച് നല്ലപോലെ നൈസാക്കി പരത്തിയെടുക്കുക. വേണമെങ്കിൽ കുറച്ച് കുരുമുളകോ അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ തൂവി നമ്മുടെ ദോശയെല്ലാം ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. നല്ലപോലെ ക്രിസ്പി ആയിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളമായിട്ട് പ്രോട്ടീൻ ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചെറുപയർ. പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് ഇതുപോലെ ചെറുപയറിൻ്റെ ദോശയൊക്കെ തയ്യാറാക്കി കഴിക്കുന്നതാണ്. മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഭക്ഷണത്തിൽ ഡെയിലി ഒരു നേരമെങ്കിലും കുറച്ച് ചെറുപയർ കഴിക്കാവുന്നതാണ്. യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർക്കും വേരിക്കോസ്, അൾസർ, ഗ്യാസിൻ്റെ പ്രശ്നം എന്നിവ ഉള്ളവരും ഈ ഒരു ഭക്ഷണം ഒഴിവാക്കാവുന്നതാണ്. വെറും വയറ്റിൽ കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഗ്യാസിൻ്റെ പ്രശ്നം ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇടനേരത്ത് കഴിച്ചാലും കുഴപ്പമില്ല. ക്യാൻസർ സെല്ലിൻ്റെ വളർച്ച നശിപ്പിക്കുന്നതിനും ഹെൽത്ത് ആയിട്ടുള്ള ഒരു ഹാർട്ട് നമുക്ക് ഉണ്ടാകുന്നതിനും ചെറുപയർ ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പികൾ നമ്മെ സഹായിക്കുന്നതാണ്. ഗാർലിക് ചട്നിയോ പുതിയില ചട്നിയോ അതോ നാളികേര ചമ്മന്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറി ഉപയോഗിച്ച് നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ ദോശ, ഗ്രീൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.